പാവം ഈ ചങ്ങായിലെ പാവം. ഔ, ഇവനെ ലാസ്റ്റ് ആട്ടി വിട്ട രംഗാപ്പഞ്ഞിപ്പോൾ വിശദീകരിക്കണമെന്ന് കേട്ടോളി. സമസ്ത സെന്ററിൽ കോഴിക്കോട് ലാസ്റ്റ് ഞങ്ങൾ പിരിയുമ്പോ ഞങ്ങൾ പറഞ്ഞിടത്ത് നിന്നോ, ഇല്ലെങ്കിൽ നിന്റെ ശബ്ദം ഇനി കേരളം കേൾക്കുകയില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഇനി അങ്ങനെ കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന ഞങ്ങൾ. അത് സത്യല്ലേ പൊന്നാരൻ ഉഷാദേ? സമസ്ത സെന്ററിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞെടുത്ത് നിന്നോ, ഇല്ലെങ്കിൽ നിന്റെ ശബ്ദം ഇനി കേരളം കേൾക്കുകയില്ല എന്ന് പറഞ്ഞതിനൊരു അർത്ഥമുണ്ട്. എന്താ അർത്ഥം എന്നറിയിച്ച്? ഇനി സുന്നത്ത് ജമാഅത്തിലൂടെ നിന്റെ ശബ്ദം പുറത്തോട്ട് വരികയില്ല, അതാണ് അതിനർത്ഥം. ഇനി സുന്നത്ത് ജമാഅത്തിലൂടെ നിന്റെ ശബ്ദം പുറത്തോട്ട് വരികയില്ല. നീ ഫുള്ള് ബബ്ബ പഠിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സമസ്ത സെന്ററിൽ വെച്ചുകൊണ്ടാണ് നൗഷാദെ നിന്നോട് പറയുന്നത്, ഞങ്ങൾ പറഞ്ഞെടുത്ത് നിന്നോ, എന്നാ നിനക്ക് ഇനിയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിക്കൊണ്ട് പ്രസംഗിച്ച് നടക്കാം, സുന്നി ആശയത്തിൽ നിനക്ക് നില ഉറപ്പിക്കാം എന്ന് പറഞ്ഞപ്പോ നീ അതിൽ നിന്ന് ചാടി പോരല്ല ചെയ്തത്. ആ സമയം പോരല്ല പുറത്താക്കി നിൽക്കൂലെന്ന് കണ്ടപ്പോൾ പിന്നെ പോടാ അവിടെ നിന്ന് എന്നിട്ട് അവനെ അവിടെ നിന്ന് കൂട്ടിച്ചേർത്തു. ആ ശബ്ദം കേൾക്കേണ്ടതില്ല, ഉറപ്പല്ലേ കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, സത്യം തന്നെയല്ലേ അത്. 2013 കാലഘട്ടത്തിൽ നിന്നെ സമസ്തയിൽ നിന്ന് പുറത്താക്കി ആട്ടി വിട്ടപ്പോ അന്ന് എന്നോട് പറഞ്ഞു, ഏയ് ഇവിടെ തന്നെ ഉറച്ചു നിന്നോ, എന്നാൽ അതാണ് എനിക്ക് നല്ലത്. ഈ സുന്നത്തമായത്തിൽ നിന്ന് നീ പുറത്തു പോയാൽ നിന്റെ ശബ്ദം കേരളം കേൾക്കൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് സുന്നത്തമായത്ത് പറയാനുള്ള വേദി ഉണ്ടാവൂല മോനെ എന്നാണ്. പക്ഷേ അത് കേൾക്കാതെ പോയി. 2013 ശേഷം എവിടെയെങ്കിലും ഒരു സുന്നത്തമായത്ത് പറഞ്ഞോ? ഈ 2013 ശേഷമാണല്ലോ നിന്നെ പുറത്താക്കിയത്. എന്നിട്ട് എവിടെയെങ്കിലും ഒരു സുന്നത്തമായത്തിൻ്റെ ഒരു കാണിക പറഞ്ഞിട്ടുണ്ടോ? എന്നെ കൊണ്ട് പറയാൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് കേൾക്കൂല എന്ന് പറഞ്ഞത്. ഇതിങ്ങനെ ഇറച്ചി പെരക്കനെ പട്ടി കുരക്കണമാതിരി കുരച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, അത് കേൾക്കൂല എന്നല്ല പറഞ്ഞത്. അത് ശരി, എൻ്റെ കൊര കേൾക്കൂല എന്നല്ല പറഞ്ഞത്, എൻ്റെ തൊള്ളിയിൽ കൂടി ഒരു സുന്നത്തമായത്തിൻ്റെ വാക്കുകൾ വരൂല. 2013 ശേഷം ഒരു സുന്നത്തമായത്ത് പറഞ്ഞിട്ടില്ല. നീ പറയുന്നത് മുഴുവനും ആലിമീങ്ങളെ തെറി പറയുകയാണ്. വലിയ വലിയ പണ്ഡിതന്മാരെ നോക്കി സുന്നത്തമായത്തിന് വേണ്ടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ കേരളക്കരയിൽ നിന്ന് ഒരു തല മുതൽ മറ്റേ തല വരെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന പണ്ഡിതന്മാർ ആരാണോ അവരെ നോക്കിയിട്ടാണ് നീ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നീ തെറി വിളിക്കുന്നതും നിന്റെ വേണ്ടാവൃത്തി അവരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും. പക്ഷെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അത് വേറെ വിഷയം. ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഖലീൽ തങ്ങൾ അമേരിക്കയിൽ പോയപ്പോൾ ഇവരെ കൊണ്ട് പോകാൻ കഴിയണില്ല, ഇവരെ കൊണ്ടതിന് കഴിയൂല. അപ്പോൾ ഖലീൽ തങ്ങളെ പരിഹസിച്ചു. അപ്പോൾ ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പറഞ്ഞാൽ മനസ്സിലായി എനിക്ക്? എൻ്റെ ശബ്ദം കേരളം കേൾക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ നാക്കിലൂടെ സുന്നത്ത് ജമാഅത്ത് വരൂല, അല്ലാതെ ഇങ്ങനെ കുരക്കൂല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇജ്ജ് കുരച്ചുകൊണ്ടേയിരിക്കും. 2013 ശേഷം കുരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, കുരച്ചുകൊണ്ടിരിക്കും. പക്ഷേ എന്താവൂല? സുന്നത്ത് ജമാഅത്തിന് പറയൂല. ഇന്ന് രാവിലെ പറഞ്ഞ ഉച്ചക്ക് പ്രസംഗിക്കുമ്പോൾ പറയും, രാവിലെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്, അത് ഒഴിവാക്കി കളിയെന്ന് അറിയും. അസർക്ക് പറയുമ്പോൾ പറയും രാവിലെ പറഞ്ഞ ഉച്ചക്ക് പറഞ്ഞത് ഒഴിവാക്കി കളിയെന്ന് അറിയും. രാത്രി പറയുമ്പോൾ പറയും ഇന്ന് പറഞ്ഞത് ഒഴിവാക്കി കളിയെന്ന് അറിയും. പിന്നെ നാളെയാണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞത് ഒഴിവാക്കി കളിയെന്ന് അറിയും. പിന്നെ ആഴ്ചകൾ കഴിയുമ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒഴിവാക്കി കളിയെന്ന് അറിയും. പിന്നെ മാസങ്ങൾ കഴിയുമ്പോൾ കഴിഞ്ഞ മാസം പറഞ്ഞത് ഒഴിവാക്കി കളിയെന്ന് അറിയും. പിന്നെ കൊല്ലങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യും, അത് 2016 വരെയുള്ള ഒഴിവാക്കിക്കളിന്ന് പറയും. പിന്നെ 2020 വരെയുള്ള ഒഴിവാക്കിക്കളിന്ന് പറയും. ഇപ്പം പറയണ എന്താ, 2025 വരെ പറഞ്ഞതും ഒഴിവാക്കാനാണ്. 2025 വരെ പറഞ്ഞതും ഒഴിവാക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ 2026 ഇപ്പോൾ 4 മാസം പറഞ്ഞിട്ടുണ്ട്. അത് ഇനി എപ്പോഴാണ് ഇപ്പം ഡിലേറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റൂല. ആ പറഞ്ഞതൊക്കെ ഒഴിവാക്കിക്കളിയും ഷെയ്ഖ് ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. പറയട്ടെ. അൽഹംദുലില്ലാ, ഞങ്ങളുടെ മശായിഖന്മാര് ഞങ്ങളുടെ കരം പിടിച്ചപ്പോ നിങ്ങളുടെ ശബ്ദം കേൾക്കാതെയായില്ലേ ഇവിടെ? അൽഹംദുലില്ലാ,
ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങളുടെ കരം പിടിച്ചപ്പോൾ നിങ്ങളുടെ ശബ്ദം കേൾക്കാതെയായില്ലേ ഇവിടെ? എവിടെയാണ് കേൾക്കാതെ ഇരിക്കണേ? ഇജെന്താ ഖബറിലാണോ? ഖബറിലാണോ? ദുനിയാവിലാണെങ്കിൽ ഇത് കേൾക്കാതിരിക്കൂല, അല്ലെങ്കിൽ എൻ്റെ മൂക്കിൽ എൻ്റെ ഇതിൽ പഞ്ഞിച്ചിട്ടുണ്ടാവും ചെവിയിൽ. ഞങ്ങളെ സുന്നത്ത് ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം പറയുന്ന രൂപത്തിലാണ് ഞങ്ങളുടെ ഓരോ ചലനങ്ങളും, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ചലനങ്ങൾ, ഞങ്ങളുടെ ചലനങ്ങളൊക്കെ അങ്ങനെയാണ്. അല്ലാതെ എവിടെയെങ്കിലും ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഇങ്ങോട്ട് മണ്ടി വന്നുകാണ്ട് എന്ന് പറഞ്ഞിട്ട് ചാടി കിടന്നുകാണ്ട് എന്തെങ്കിലുമൊക്കെ പറയുക, ഒച്ചമണി ഉണ്ടാക്കി പോവുക, അതല്ല ഞങ്ങളുടെ പ്രസ്ഥാനം. ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സുന്നത്തമായത്തിൻ്റെ വിഷയങ്ങൾ പറയാൻ വേണ്ടിക്കൊണ്ട് അത് അതിൻ്റേതായ ആളുകളെ ഏൽപ്പിച്ച് അതിൻ്റെ തനതായ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ വെറുതെ അങ്ങോട്ട് കയറി വന്നുകാണ്ട് വലിയ വലിയ ആനിമീങ്ങളൊക്കെ ഇങ്ങനെ പാച്ചത്തേറി ഇങ്ങനെ വിളിച്ചുകാണ്ട് ഇതാക്കുക, അതിന് എൻ്റെ തന്നെ കയ്യുള്ളൂ, അത് എനക്കെന്നെ വയ്ക്കുള്ളൂ, അത് ചാർജ് നടത്തിക്കോ. എൻ്റെ മസായിഖൻ്റെ കൈ പിടിച്ചുകാണ്ട് ഈ തെറിയും പറഞ്ഞുകാണ്ട് നടക്കാൻ എനക്കെന്നെ വയ്ക്കുള്ളൂ. ആ ശബ്ദം കേൾക്കാതെ വയ്ക്കണം, അതിൽ കുഴപ്പമില്ല, അത് ശരി തന്നെയാണ്. അത് നിങ്ങളെന്നെ കേട്ടാൽ മതി. നിങ്ങൾ കുറച്ച് ആൾക്കാർ 2-3 ആളിരുന്ന് കേട്ടാൽ മതി. എന്നിട്ട് 2 സ്പീക്കർ കുട്ടികളെ മുന്നേ കൊണ്ടുപോയി തെക്കി പേരല്ല അക്ബർ എന്ന് പറയിപ്പിച്ചും ചെയ്യാം. പോയിക്കൂടെ ചെങ്ങായി, എനിക്കൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? തമാശയല്ല. എന്തൊക്കെ എനിക്ക് ഇപ്പം അറിയുന്നു, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്തോ ഒരു പ്രസംഗിക്കാനും എന്ത് നല്ല കഴിവുള്ള ചെങ്ങായിയായിരുന്നവന്. അതാണ് അള്ളാഹു തആല ഓൻ്റെ നാഫിയായ ഇൽമുകളെ ഊരപ്പെടുമെന്ന് പറയുന്നത്. പണ്ഡിതന്മാരെ, ഓൻ്റെ ഉസ്താദുമാരെ നിസ്സാരപ്പെടുത്തി കഴിഞ്ഞാൽ ഓൻ്റെ നാഫിയായ ഇൽമുകളെ അള്ളാഹു ഊരും എന്ന് പറയുന്നത് ഇതന്നെയാണ് തെളിവ്. അതാണ് ഇവനിപ്പോൾ ഈ തടിയന്നുള്ളൂ, ഇവൻ്റെ നാഫിയായ ഇൽമുകളൊക്കെ അള്ളാഹു തആല ഊരിയിരിക്കുന്നത്. ഇപ്പം എന്തൊക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ്. ചരിത്രം നിങ്ങൾക്ക് തരുന്ന താക്കീതുകളാണത്. എന്നോടന്ന് പറഞ്ഞു, എന്താ ചരിത്രം തന്നെ താക്കിയത്? ഞങ്ങൾക്കിടോ ഒരു വ്യവസ്ഥകളുണ്ട്, ഞങ്ങൾക്ക് നിയമങ്ങളുണ്ട്, ഞങ്ങൾ ആ ഒരു തെർത്തീവിനെ പോവുള്ളൂ, അതിന് എൻ്റെ ഇത് വേണ്ട ആവശ്യമില്ലാന്ന്.